എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ചാലക്കുടിയിലാണ്. ചാലക്കുടിയിൽ എവിടെയെന്ന് മനസ്സിലായോ? എലിഞ്ഞിപ്പറ എന്ന് പറയും ചാലക്കുടിയിൽ. നമ്മുടെ വാസുവേട്ടൻ്റെ കടയുടെ ഫ്രണ്ടിലാണ് നമ്മൾ. കോട്ടയിൽ നിന്ന് നമ്മൾ അതിരപ്പള്ളി പോണ വഴിക്ക് പോകുന്ന കഴിയുമ്പോഴാണ് ഈ വാസുവേട്ടൻ്റെ കട വരുന്നത്. ഇവിടെ നമുക്ക് മെയിനായിട്ട് ഊണാണ്. ഉച്ചയ്ക്ക് ഊണ് കിട്ടും. ഊണിൻ്റെ കൂടെ കുറച്ച് നാടൻ കറികളും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് നമ്മൾ. ഇവിടുത്തെ കറികളെ പറ്റി പറയുകയാണെങ്കിൽ ചിക്കൻ കറി കിട്ടും, നാടൻ ചിക്കൻ കറി, അതേപോലെ തന്നെ താറാവ്, പിന്നെ മട്ടൻ, പോർക്ക്, ബീഫ്, പിന്നെ മീൻ കറിയിൽ മീൻ വറ്റിച്ചത് കിട്ടും, മീൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി കിട്ടും, അതേപോലെ തന്നെ മീൻ പൊള്ളിച്ചത് കിട്ടും, മീൻ വറുത്തത് കിട്ടും. അപ്പോൾ നമുക്കിതൊക്കെ ട്രൈ ചെയ്യാം. അകത്ത് പോയിട്ട് നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹോട്ടലിലേക്ക് പോകാമല്ലോ. ഹോട്ടലിലേക്ക് പോയിട്ട് ഊണ് കഴിക്കാം. കണ്ടു കിടക്കില്ലേ അല്ലേ? അതിന് ശേഷം നമുക്ക് ഊണ് കഴിക്കാം. ഇവിടുത്തെ മെയിനായിട്ട് ഊണാണ്. ഊണിൽ നമ്മൾ 4 ഐറ്റം മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇവിടെ ഐറ്റംസ് പറയുകയാണെങ്കിൽ കോഴി, മട്ടൻ, താറാവ്, പോർക്ക്, ബീഫ്, പിന്നെ മീൻ വറുത്തത്, പൊള്ളിച്ചത്, അതുപോലെ തന്നെ മീൻ കറി, മീൻ വറ്റിച്ചത്, തേങ്ങാപ്പാൽ ഒഴിച്ച മീൻ കറി, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ്. പിന്നെ ഒഴിച്ച് കഴിക്കാനായിട്ട് നമുക്കൊരു മാങ്ങാക്കറി ഉണ്ട്. അതായത് കണക്കമാലിലും ചാലക്കുടി സൈഡിലുള്ള കണക്കമാലി മാങ്ങാക്കറി എന്ന് പറയും. മീനില്ലാത്ത മാങ്ങകറി. പിന്നെ സാമ്പാറുണ്ട്. സാധാരണ എല്ലാ ഹോട്ടലിലും ഉണ്ടാവുന്നുണ്ട് സാമ്പാർ. അതേപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ തന്നെ ചിങ്ങപ്പയറിൻ്റെ തോരനുണ്ട്. നമ്മളിവിടെയൊക്കെ പയറത്തിന് പറയുന്നത്. പിന്നെ അച്ചാർ, പിന്നെ സാലഡ്, പിന്നെ നമുക്ക് പപ്പടം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ പച്ചമുളകുണ്ട് കേട്ടോ. നല്ല നാടൻ പച്ചമുളക്. ഇതിന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? താറാവിന് സ്റ്റാർട്ട് ചെയ്താലോ? താറാവിന് സ്റ്റാർട്ട് ചെയ്യാം. നല്ല താറാവ്, നല്ല ഇറച്ചി കളറുള്ള അടിപൊളി താറാവ്. താറാവ് ഇറച്ചി തോറും ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴൊക്കെ ഒരു മുളകിൻ്റെ ടേസ്റ്റ് നമ്മൾ നന്നായിട്ട് കിട്ടും. ഇത് സ്പൈസി അല്ല, അങ്ങനെ എരിവൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. സ്പെഷ്യലായിട്ടുണ്ട്. നമുക്ക് ബീഫ് പൊള്ളിച്ചത്. ഞാൻ എൻ്റെ കൂടെ ഗ്രേവി മുകളിലുണ്ട്, സവാളയൊക്കെ ഉണ്ട്. നമ്മുടെ ഇതിൻ്റെ കൂടെ കുറച്ച് സവാളയും ആ ഗ്രേവിയും മീനൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിന് അടിപൊളി, നല്ല പുളിയുള്ള ഗ്രേവി. അതിൻ്റെ മുകളിൽ സബോളയുണ്ട്. ആ സബോളയിൽ കടിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് ഉണ്ട്. പുളിയും പിന്നെ മീനിൻ്റെ ടേസ്റ്റും ഒക്കെ പാടി ആകുമ്പോൾ നല്ല അടിപൊളിയുണ്ട്. ചിക്കൻ വേണം, മട്ടൻ വേണം? ഏത് ട്രൈ ചെയ്യണ്ടേ? മട്ടൺ അല്ലേ? മട്ടൺ ട്രൈ ചെയ്യാം നമുക്ക്. അപ്പോൾ മട്ടൻ്റെ നന്നായിട്ട് വരട്ടി ഗ്രേവിയൊക്കെ വറ്റിച്ച് നന്നായിട്ട് എന്താ പറയുക ഒരു പെരട്ട് പോലെ എടുത്തിട്ടുണ്ട്. ഇതിന് മട്ടൺ റോസ്റ്റ് എന്ന് തന്നെയാണ് ഇവിടെ പറയാം. കായിട്ട് വെച്ചേക്കുന്നത്. കാരണം നല്ല നെയ്യുണ്ട്. അപ്പോൾ കായ നെയ്യൊക്കെ വലിച്ചത്. അതേപോലെ നമുക്കൊരു കഷ്ണം എടുത്ത് ട്രൈ ചെയ്തു. സ്പൈസിയാണ്. നല്ല ചെറുതായിട്ട് ഇതേ വറ്റൽമുളക് കിട്ടുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെയും ഈ മസാലയുടെ ഒക്കെ നല്ല ഒരു സ്പൈസി ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പം
നന്നായിട്ട് വെന്ത് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയുണ്ട്. ലാസ്റ്റ് ഐറ്റമാണ്, പക്ഷേ വാസുവേട്ടൻ്റെ കടയിലെ സ്പെഷ്യൽ ഐറ്റമാണ് ചിക്കൻ കറി. ചിക്കൻ റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രേവി ഉണ്ട്, നല്ല തിക്ക് ഗ്രേവി. നമ്മൾ ട്രൈ ചെയ്തോളാം. ചിക്കൻ്റെ ഗ്രേവി അടിപൊളിയായിരുന്നു. അത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. അടിപൊളിയായിരിക്കും. ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല മീറ്റ് നല്ല വേണ്ട മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് മീറ്റിൽ. എനിക്ക് തോന്നുന്നു കുരുമുളക് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. നേരത്തെ നമ്മൾ താറാവ് കഴിച്ച മാതിരിയല്ല, ചിക്കനും മട്ടനും ലേശം സ്പൈസിയാണ്. നമുക്ക് ഈ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് മാങ്ങാക്കറി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് അടിപൊളിയാണ്. ചിക്കൻ കറി മാത്രം മതി നമുക്ക് ചോറിന്. പിന്നെ മാങ്ങക്കറി ഉണ്ട്. അപ്പം അത് അടിപൊളിയാണ്. നിങ്ങൾ വരാണെങ്കിൽ ട്രൈ ചെയ്യാം. അതേപോലെ വന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഞാൻ ഈ തോന്നിൻ്റെ കൂടെ ഈ ഐറ്റംസൊക്കെ ഒന്ന് തിന്നെടുക്കട്ടെ. അതുവരെ നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ പ്രാവശ്യം ചെയ്യണമെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാൻ റിലീസ് ദീപക് സൈനിങ് ഫ്രം വാസുവിൻ്റെ കട ചാലക്കുടി.